എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നറൂട്ടോ കൊടുത്ത ആ ഒരു ആമ് അതങ്ങനെ കവാക്കിയുടെ കയ്യിൽ നിന്ന് താഴേക്ക് ഒരു വീഴുകയാണ്. കവാക്കിയുടെ ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും ആ കാഴ്ച കണ്ട് ഞെട്ടും. കാരണം നറൂട്ടോയുടെ ചക്ര പവറിലാണ് ആ ഒരു കൈ വർക്ക് ചെയ്യുന്നത്. ആ കൈ വർക്ക് ചെയ്യാതെ താഴേക്ക് വീഴുകയാണെങ്കിൽ അതിനർത്ഥം നറൂട്ടോയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. ബൊറൂട്ടോയ്ക്ക് ആണെങ്കിൽ കണ്ട് ഭയങ്കരമായിട്ട് ടെൻഷനും പേടിയൊക്കെ തോന്നും. അവനാകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അടുത്ത നിമിഷം ഷിക്കമരുവാൻ ടീം അവരവിടേക്ക് ചാടിയെത്തും. ഷിക്കമരു ആണെങ്കിൽ അവന്റെ ഷാഡോ പവർ ഉപയോഗിച്ച് ഇപ്പോ ഒക്കെ ലോക്ക് ചെയ്യാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ഷിക്കമരുവിനോട് ചോദിക്കും, മാസ്റ്റർ നിങ്ങൾ എന്താ ഈ ചെയ്യണേ? അവനിതില് യാതൊരു പങ്കുമില്ല. അതിന് ഷിക്കമരു പറയും, അതെനിക്ക് നന്നായിട്ട് അറിയാം. അവൻ ഇവിടം വിട്ട് പോവാതിരിക്കാനും അവന് കൂടുതൽ സേഫ്റ്റി കൊടുക്കാനും ഇവിടേക്ക് ആരും വരാതിരിക്കാനുമാണ് ഞങ്ങളിപ്പോ ഇവിടേക്ക് വന്നത്. നറൂട്ടോയെ കാണാതായി കഴിഞ്ഞു. അവനെ എത്രയും വേഗം കണ്ടെത്തണം. അവനാണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിനോട് ആ വീടിന് ചുറ്റും ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യാൻ പറയും. അടുത്ത മിനിറ്റ് അവരൊരു വലിയ ബാരിയർ ആ വീടിന് ചുറ്റും ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഷിക്കമരു ആ ഷാഡോ പവർ അതങ്ങനെ റിലീസ് ചെയ്യുകയാണ്. സോ ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാനും കഴിയില്ല, പുറത്ത് നിന്ന് ആർക്കും തന്നെ അകത്തേക്ക് വരാനും കഴിയില്ല. ഞങ്ങൾക്കിവിടെ അർജന്റായിട്ടൊന്ന് പരിശോധിക്കണം. നറൂട്ടോയെയും ഇവിടേക്ക് വന്ന ഓപ്പണന്റ് അവനെക്കുറിച്ചും എന്തെങ്കിലും ക്ലൂവോ ഇവിടെ നിന്ന് കിട്ടുമോന്ന് ഞങ്ങൾക്ക് പരിശോധിക്കണം എന്ന് പറഞ്ഞ് ഷിക്കമരു ആണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിനെ ഓരോ ഭാഗത്തേക്ക് അയക്കും. പിന്നെ കവാക്കി ആണെങ്കിൽ ഷിക്കമരുവിനെ നോക്കും. സത്യത്തില് നിങ്ങളെ പോലെ തന്നെ നറൂട്ടോ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാനും. ലോർഡ് നറൂട്ടോയെ കൊണ്ടുപോയത് മറ്റാരുമല്ല, എന്റെ ശത്രു ആ ജീഗനാണ്. അവനാണ് ഇവിടേക്ക് വന്ന് അദ്ദേഹത്തെ കൊണ്ടുപോയത്. എന്റെ ബോഡിയിലെ കർമ്മ പവർ അതുപയോഗിച്ച് ടെലിപ്പോർട്ട് ചെയ്താണ് അവൻ ഇവിടേക്ക് എത്തിയത്. അങ്ങനെ അവൻ ചെയ്യാൻ കഴിയുമെന്ന് ഞാനും ആ നിമിഷത്തിലാണ് തിരിച്ചറിഞ്ഞത്. ജീഗന്റെ ആവശ്യം നറൂട്ടോ ആയിരുന്നില്ല, മറിച്ച് ഞാനായിരുന്നു. പക്ഷേ എന്നെ വിട്ടുകൊടുക്കാൻ നറൂട്ടോ തയ്യാറായില്ല. അതിന്റെ ദേഷ്യത്തില് അവൻ ലോർഡ് നറൂട്ടോയും ടെലിപ്പോർട്ട് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോയി. ഞാൻ കാരണമാണ് ഇതൊക്കെ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞ് കവാക്കി അവൻ തല താഴ്ത്തിയിരിക്കും. ഈ കാര്യങ്ങളെല്ലാം കേട്ട് ബൊറൂട്ടോ അവനാണെങ്കിൽ ഷിക്കമരുവിനോട് പറയും, തീർച്ചയായിട്ടും സാസുക അദ്ദേഹത്തിന് എന്റെ പപ്പയെ കണ്ടെത്താൻ കഴിയും. അദ്ദേഹത്തിന്റെ ചക്ര പവർ സാസുവയ്ക്ക് നന്നായിട്ട് അറിയാം. ഉടനെ അത് കേട്ട് ഷിക്കമരു ആണെങ്കിൽ തല താഴ്ത്തും. സാസുവയ്ക്ക് എന്തോന്ന് സംഭവിച്ചു. കാര്യമായിട്ട് അവന്റെ ബോഡിയിൽ ഇപ്പൊ ചില ഡീപ്പ് ഇഞ്ചുറീസ് ഒക്കെ സംഭവിച്ച് ഗ്രാമത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. സാക്കുറ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവന് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. സാറുടെ ആണെങ്കിൽ ആ ന്യൂസ് കേട്ട് ഞെട്ടും. ആണെങ്കിൽ അല്പനേരം ആലോചിച്ച് ഇപ്പോ ഷിക്കമരുവിനോട് പറയും, ഒരു പക്ഷേ ആ ജീഗൻ അവൻ തന്നെയാണെങ്കിലോ സാസുക മാസ്റ്ററിനെയും അറ്റാക്ക് ചെയ്തത്. ഷിക്കമരു ആണെങ്കിൽ അതിന് മറുപടി പറയില്ല. അവൻ വീണ്ടും കവാക്കിയെ തന്നെയാണ് നോക്കുക. കവാക്കി, സത്യം പറയും, നിനക്കിതില് എന്തെങ്കിലും കൈയുണ്ടോ? നിന്റെ അനുഭവത്തോടു കൂടെയാണോ ഇത് സംഭവിച്ചേ? നീ എന്തെങ്കിലും മറച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറ. നറൂട്ടോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോ ഈ ഗ്രാമത്തിന്റെ റൂളിങ് അത് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. നറൂട്ടോയെ തിരികെ പിടിക്കാൻ ഏതറ്റം വരെ ഞാൻ പോവും. അതിന് കവാക്കി ആണെങ്കിൽ ഷിക്കമരുവിനോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് എന്നെ അവിശ്വസിക്കരുത്. ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. നിങ്ങളെപ്പോലെ ഞാനും ലോർഡ് 7 തിരികെ പിടിക്കണം, പ്രൊട്ടക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കട്ട് ചെയ്താ ഇപ്പൊ ജീവനെ കാണിക്കും. ജീവന്റെ ബോഡിക്കാണെങ്കിൽ ആ ഡോക്ടർ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. ഓ നോ ജീഗൺ, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു നിന്റെ ഫുൾ സ്ട്രെങ്ത്തിൽ അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്ന്. നിന്റെ ബോഡി ഇപ്പൊ നല്ല വീക്കാണ്. ഇത് പഴയതുപോലെ സ്ട്രോങ് ആക്കി എടുക്കണമെങ്കിൽ മിനിമം 10 ദിവസം ആവശ്യമാണ്. എങ്ങനെയാണ് നിനക്കിത് സംഭവിച്ചേ? അതിന് ജീഗൺ പറയും, കവാക്കിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആ ലീഫ് വില്ലേജിലെ ഹൊക്കാഗെ നറൂട്ടോ ആണ്. നറൂട്ടോയും അവന്റെ ഫ്രണ്ട് സാസുക അവനുമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്തു. സാസുകയെ ഞാൻ നല്ല ഡീപ്പായിട്ട് അറ്റാക്ക് ചെയ്തു. പക്ഷേ അവൻ രക്ഷപ്പെട്ടു. ഹൊക്കാഗെ നറൂട്ടോയ്ക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായില്ല. അവന് ഞാൻ ഒരു പ്രത്യേക ഡയമെൻഷനിൽ വെച്ച് ലോക്ക് ചെയ്തിരിക്കുകയാണ്. സോ ഇനി നമുക്ക് ഈസി ആയിട്ട് ലീഫ് വില്ലേജിലേക്ക് പോയി കവാക്കിയെയും ആ ബൊറൂട്ടോയെയും അവർ രണ്ടുപേരെയും ഇവിടേക്ക് എത്തിക്കാൻ പറ്റും. അത് കേട്ട് ചുറ്റുമുള്ളവർക്കെല്ലാം ഭയങ്കര സന്തോഷം. ജീഗൺ ആണെങ്കിൽ കോൺഫിഡൻസിൽ പറയും, രണ്ടുപേരെയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഡയമണ്ട് ട്രീ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ കണക്കുകൂട്ടൽ. ആ ഡയമണ്ട് ട്രീയിൽ നിന്ന് വലിയൊരു ഫ്രൂട്ട് എനിക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാനായിരിക്കും ഈ ലോകത്തിന്റെ ഗോഡെന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ ബോഡി റീജനറേറ്റ് ചെയ്യാനായിട്ട് അവിടുന്ന് കടന്നു പോവും. ജീഗൺ ആണെങ്കിൽ ആ 10 ടൈലിനെ കോഡിനെ ഏൽപ്പിക്കും. അതിനുശേഷം അവിടുന്ന് കടന്നു പോവും. കട്ട് ചെയ്താ ഇവിടെ ബൊറൂട്ടോ അവനാണെങ്കിൽ അടിച്ചു പറയും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒരിക്കലും കവാക്കിയെ അവിശ്വസിക്കില്ല. അവൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് പപ്പയെ അപകടത്തിലേക്ക് തള്ളിവിടാൻ ഒരു ചാൻസും ഇല്ല. എന്റെ പപ്പയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവനെ അവിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. അതിന് ഷിക്കമരു അവൻ തറപ്പിച്ചു പറയും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇവരിൽ വിശ്വാസമില്ല. നറൂട്ടോ തിരിച്ചെത്തി സത്യങ്ങൾ അറിയാതെ ഞാൻ ആരെയും വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ കോജിക് വില്ലനെ കാണിക്കും. അടുത്ത നിമിഷം അവന്റെ അടുത്തേക്ക് ആരോ വരികയാണ്. കോജി കറക്റ്റായിട്ട് അവനെ മനസ്സിലാക്കി അവനെ പിടിച്ചു വലിച്ച് മടക്കി ലോക്ക്
ലോക്ക് ചെയ്ത് കഴുത്തിൽ കത്തിവെക്കും. സത്യം പറയും, നിന്നെ ആരാ ഇവിടേക്ക് അയച്ചേ? അതിനവൻ പറയും, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ ബോറോയുടെ അടുത്ത് നിന്ന് വരികയാണ്, അത്യാവശ്യമായിട്ട് ബോറോയ്ക്ക് നിന്നെ മീറ്റ് ചെയ്യണമെന്ന് പറയും. അവനത് പറയേണ്ട താമസം ഹോളോഗ്രാം ഉപയോഗിച്ച് ബോറോ അവിടേക്ക് വരും. ബോറോ ആണെങ്കിൽ അവനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. സത്യം പറയും, നിനക്ക് എന്താ സംഭവിച്ചേ? ഡെൽറ്റയ്ക്ക് അപകടം സംഭവിച്ചിട്ടും കവാക്കി എവിടെയുണ്ടെന്ന് അറിഞ്ഞിട്ടും അതുപോലെ നറൂട്ടോയുടെ മകൻ ബൊറൂട്ടോയ്ക്ക് കർമ്മ പവർ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും നീ എന്തുകൊണ്ട് ഇതൊന്നും തന്നെ ആരെയും അറിയിച്ചില്ല? എന്തിനാണ് നീ ഈ ലീഫ് വില്ലേജിൽ തന്നെ ഇങ്ങനെ ഇന്റൽസ് ഒന്നും ആർക്കും കൈമാറാതെ ഒളിച്ച് താമസിക്കണേ? അതിനവൻ പറയും, അയ്യോ ഇല്ല ഇല്ല, ഓൾറെഡി ഞാൻ ഇന്റൽസ് എല്ലാം ജീഗണ് കൈമാറി കഴിഞ്ഞു. അത് കേട്ട് ബോറോ ചിരിക്കും. എനിക്ക് നന്നായിട്ട് അറിയാം നീ ജീഗണ് യാതൊരു ഇൻഫർമേഷനും കൈമാറിയിട്ടില്ല എന്ന്. അങ്ങനെ കൈമാറിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ജീഗൺ അത് എന്നെ അറിയിച്ചേനെ. ഇതുവരെ ജീഗൺ എന്നെ അറിയിച്ചിട്ടില്ല. എന്റെ ഉദ്ദേശം മറ്റെന്തോ ആണ്, അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. ഈ ലീഫ് വില്ലേജിൽ നിന്ന് എന്താണ് നീ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ് നീ മടങ്ങിപ്പോവാൻ തയ്യാറാവാത്തത്? നിനക്ക് ഇതിൽ എന്തെങ്കിലും റോളുണ്ടോ? അതിനവനാണെങ്കിൽ വീണ്ടും പറയും, അയ്യോ നീ കരുതും പോലെ ഒന്നുമില്ല, സത്യത്തിൽ നമ്മുടെ പ്ലാനിൽ ചെറിയ ചേഞ്ചസ് ഉണ്ട്. സോ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മനസ്സിലാക്കി പ്ലാനിലെ ചേഞ്ച് അതൊക്കെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം തിരികെ പോവാമെന്നാണ് ഞാൻ കരുതിയത്. അല്ലാതെ ഞാൻ മറ്റാരിൽ നിന്നും ഒന്നും മറക്കുന്നില്ല എന്ന് അവൻ പറയും. അത് കേട്ട് ബോറോ ആണെങ്കിൽ ഇപ്പോൾ ഒരു തവളയെ അവനെടുത്ത് കാണിച്ചു കൊടുക്കും. ഈ തവളയെ ആ തകർന്ന എയർഷിപ്പിൽ നിന്ന് ഞാൻ കണ്ടെടുത്തതാണ്. എനിക്കറിയാം ഈ തവള നിന്റേതാണെന്ന്. സത്യം പറയും, ആ എയർഷിപ്പ് അത് തകർത്തത് നീയല്ലേ? അത് കേട്ട് കോജിക്കാഷി അവൻ ഞെട്ടും. അവനാണെങ്കിൽ ആ ചോദ്യത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാനാവില്ല. അതെ, ഞാനാണ് തവളയെ ആ എയർഷിപ്പിൽ വെച്ചത്. എയർഷിപ്പിന്റെ ലൊക്കേഷൻ അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ തവളയെ അതിൻ്റെ അകത്ത് വെച്ചത്. അല്ലാതെ ഞാനല്ല അത് തകർത്തത്. ഇൻ കേസ് ഞാനൊരു ശത്രുവോ ഒറ്റുകാരനോ ആണെങ്കിൽ ജീഗണായിരിക്കും അത് ആദ്യം തിരിച്ചറിയുക. അല്പസമയം മുൻപ് ഈ ലീഫ് വില്ലേജിലേക്ക് വന്നതാണ്. ഇവിടെ കുറെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്താണ് അവൻ തിരികെ പോയത്. അങ്ങനെ ഞാനൊരു ചതിയനായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവൻ ആദ്യം ഇല്ലാതാക്കുക എന്നെയാണ്. അവൻ അപ്രകാരം ഒന്നും തന്നെ ഇവിടെ ചെയ്തിട്ടില്ല എന്ന് പറയും. അത് കേട്ട് ബോറോ ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയില്ല. ഐ എം സോറി, എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്യാനാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറയും. അതിന് കോജിക്കാഷിയും ഓക്കെ പറയാണ്. എനിക്ക് ഇനിയും കുറെ കൂടെ ഇന്റൽസ് കളക്ട് ചെയ്യാനുണ്ട്, ആ ബൊറൂട്ടോയെ കുറിച്ചും അതുപോലെ കവാക്കിയെ കുറിച്ചും. സോ അത് കളക്ട് ചെയ്ത് ഞാൻ തിരികെ എത്തുമെന്ന് കോജി പറയും. ബോറോ അവിടുന്ന് ഇൻവിസിബിൾ ആയതിനു ശേഷം കോജിക്കാഷി അവനാണെങ്കിൽ ടെററായിട്ട് ചിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ കവാക്കി നറൂട്ടോ കൊടുത്ത ആ ആമിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. അതിനുശേഷം നറൂട്ടോയായിട്ട് സ്പെൻഡ് ചെയ്ത ഹാപ്പി മൊമെന്റ്സിനെ കുറിച്ച് അവൻ ആലോചിക്കും. ഇതുവരെ കിട്ടാത്ത സ്നേഹവും കെയറിങ്ങും ഒക്കെയാണ് നറൂട്ടോയുടെ കയ്യിൽ നിന്ന് കുറച്ച് ദിവസം കൊണ്ട് അവന് കിട്ടിയത്. അവന്റെ പപ്പ ചെറുപ്പം മുതലേ ഒരുപാട് ദ്രോഹിച്ച് ഒരു ടൂളായിട്ടാണ് അവൻ ഉപയോഗിച്ചത്. അതിനുശേഷം ആ ജീഗൺ അവൻ വളരെ ബ്രൂട്ടലായിട്ട് അവനെ തല്ലിച്ചതച്ച് ട്രെയിനിങ് അടുപ്പിച്ചു. പിന്നീട് നറൂട്ടോ ആണ് അച്ഛൻ്റെ സ്നേഹം അവന് കൊടുത്തതും വളരെ സിമ്പിളായി സ്നേഹത്തോടു കൂടെ ട്രെയിനിങ് എടുപ്പിച്ചതും പല കാര്യങ്ങളും അവന് പറഞ്ഞു കൊടുത്തതും. അവൻ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അങ്ങനെ സാഡായിട്ടിരിക്കുകയാണ്. ഞാൻ ഒറ്റ ഒരുത്തൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അവരങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു സോൾജിയർ കവാക്കി ഒട്ടിച്ചു വെച്ച ആ ഒരു വെയ്സ് അവിടേക്ക് കൊണ്ടുവരിക. ബൊറൂട്ടോ ആണെങ്കിൽ ആ വെയ്സ് മേടിച്ച് ചെക്ക് ചെയ്യും. ആ സമയം കവാക്കിയുടെ കയ്യിൽ നറൂട്ടോയുടെ ചക്ര പവർ അത് ബ്ലിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും. കവാക്കിക്കാണെങ്കിൽ ഭയങ്കര സർപ്രൈസ്. കവാക്കിയാണെങ്കിൽ ഞൊട്ടിയിടയിൽ ആ ആം കണക്ട് ചെയ്യും. അടുത്ത നിമിഷം അവൻ ആ ഒരു ആമിലൂടെ നറൂട്ടോയുടെ ചക്ര പവർ കണക്ട് ചെയ്ത് ആൾ എവിടെയാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. സെക്കൻഡുകൾ കൊണ്ട് തന്നെ കവാക്കിയുടെയും ബൊറൂട്ടോയുടെയും കയ്യിലൂടെ ഒരു ഡയമെൻഷനിലേക്ക് പോകാനുള്ള പോർട്ട് അതങ്ങനെ ഓപ്പണായി വരും. കവാക്കി ആണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോട് പറയും, നമുക്ക് ഈ ഡയമെൻഷനിലൂടെ അകത്തേക്ക് പോകണം. തീർച്ചയായിട്ടും നറൂട്ടോ അവിടെ തന്നെ ഉണ്ടാവും. ജീഗൺ അവനെ പോലെയാണ് എന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അതെനിക്കും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ബൊറൂട്ടോയെ വിളിക്കും. മീറ്റ്സുകയും സാറുടെയും ബൊറൂട്ടോയും കവാക്കിയും അവരെല്ലാവരും ഹാപ്പി ആയിട്ട് ഇപ്പൊ പോർട്ടലിലേക്ക് പോകാൻ തയ്യാറാവും. ആ പോർട്ടലിലേക്ക് പോകാനായിട്ട് തയ്യാറാവും. പക്ഷെ അടുത്ത നിമിഷം ഷിക്കമരു അവനാണെങ്കിൽ അവർ ലോക്ക് ചെയ്യാണ്. ഇത് വലിയ അപകടമാണ്, ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾ അവിടേക്ക് അയക്കില്ല. അതിന് കവാക്കി അവന്റെ ഷാഡോ പവർ അത് അബ്സോർബ് ചെയ്തെടുക്കും. ബൊറൂട്ടോയും മീറ്റ്സുകയും സാറുടെയും ഇടയിൽ ആ പോർട്ടലിലേക്ക് കയറും. കവാക്കി അവ ടെററായിട്ട് ഷിക്കമരുവെ നോക്കി ആ പോർട്ടലിലേക്ക് കയറുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.